തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. മാനസിക അസ്വാസ്ഥ്യമുണ്ടോ എന്നറിയാൻ പ്രതിയുമായി മജിസ്ട്രേറ്റ് സംസാരിച്ചു. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യം ഇല്ലാത്തതായി കോടതിക്ക് ബോധ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോയേക്കും. വിവരങ്ങൾ കമലേഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇനി ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരിക, ഹരികുമാറിനെ തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്നതാണ് പോലീസിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നമെന്ന് പറയുന്നത്, വശമെന്ന് പറയുന്നത്. മറ്റൊന്ന്, മാനസികാസ്വാസ്ഥ്യം ഉണ്ടോ ഇയാൾക്കെന്നൊരു സംശയം പോലീസിന്റെ മുൻപിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ ഹരികുമാറിന് ഇല്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? മനു, പ്രാഥമികമായി കോടതിക്ക് അത്തരമൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ പ്രതിയെ ഇവിടെ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ അഭിഭാഷകനടക്കം വാദിച്ചിരുന്നത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നതായിരുന്നു നേരത്തെ തന്നെ ഇവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുമായി മജിസ്ട്രേറ്റ് നേരിട്ട് കുറച്ചു നേരം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളുടെ മരുന്നും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മജിസ്ട്രേറ്റ് സംസാരിച്ചു. അപ്പോൾ ഉറക്ക ഗുളിക കഴിക്കുന്നുണ്ട് എന്നതാണ് പ്രതി മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള ഒരു മൊഴി. അതോടൊപ്പം തന്നെ ഇയാളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഇയാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന കാര്യം മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത്തരം നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ വൈദ്യസഹായം വേണമെന്ന് കൂടി ഈ പ്രതിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ കൊണ്ടുപോവുകയും പ്രാഥമികമായ വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത് തിരിച്ച് വീണ്ടും ഇപ്പോൾ കോടതിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് ശേഷം ഒരുപക്ഷെ ഇയാൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശോധന കൂടി നടത്തേണ്ടി വരും. അതിനുകൂടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും ഇന്ന് കസ്റ്റഡിയിൽ വിട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രതിയെ. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. 3 ദിവസത്തെ കസ്റ്റഡി. ഇതിനുള്ളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലടക്കം, ഈ കൃത്യം നടന്ന സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ 3 ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പ്രതിയിൽ നിന്നും ലഭിക്കാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഈ കേസിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക്, ഈ കേസിനൊരു കൃത്യമായൊരു ധാരണയുണ്ടാക്കുന്ന നിലയിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഈ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ ഈ കേസ്, ഈ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൃത്യത്തിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് പോലീസിന് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച മൊഴി പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുമില്ല. പലതവണ ഈ മൊഴി മാറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇയാൾക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള സംശയം. എന്തായാലും അക്കാര്യം കൂടി പോലീസിന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമില്ല എന്ന് പ്രാഥമികമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഈ മെഡിക്കൽ റിപ്പോർട്ടടക്കം കൃത്യമായൊരു സ്ഥിരീകരണം പോലീസിനും ഇക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാവും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇന്ന് തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ കമലേഷ് ഇയാളെ? മനു, അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തെന്നാൽ ഈ 3 ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം അപ്പുറത്തേക്ക് പോലീസിന് ഇക്കാര്യങ്ങളൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യലായിരിക്കും. നിലവിലിപ്പോൾ അക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കാം എന്ന ഒരു സാധ്യത കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്തതിന് ശേഷം നാളെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോലീസ് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഏതായാലും ഇന്നിപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി കോടതി പോലീസിന് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും ശരി കമലേഷ്, ഞാൻ തിരികെ വരാം കമലേഷിലേക്ക്.